കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ ആർ സുഗതൻ ജയിലിൽ പുനഃപ്രതിജ്ഞ ചെയ്യാം എന്ന് പറയുകയാണ് സർക്കാർ. ഇക്കാര്യത്തിൽ ഇന്ന് ഹൈക്കോടതിയെ സർക്കാർ നിലപാട് അറിയിക്കും. എന്നാൽ പുനഃപ്രതിജ്ഞയ്ക്കായി സുഗതനെ ജയിലിന് പുറത്തുവിടുന്നതിനെ സർക്കാർ എതിർക്കും. നിലവിലിപ്പോൾ തൃശൂർ വിയ്യൂർ ജയിലിലാണ് സുഗതനുള്ളത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ ചേർന്നു. വിഷ്ണു, വേണമെങ്കിൽ ഇപ്പോൾ കമന്റ് ബോക്സിലൊക്കെ കാപ്പ കേസിലെ പ്രതി പുനഃപ്രതിജ്ഞ ചെയ്യുന്നതിൽ ഇത്ര തിടുക്കം എന്തിനാണെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സർക്കാർ നിലപാട് അത് തന്നെയാണ്. പക്ഷേ ജയിലിൽ നിന്ന് പുറത്തുവിടുന്നതിനെ സർക്കാർ എതിർക്കുകയാണ്. മാത്രമല്ല കാപ്പ അങ്ങനെ ഒരു വകുപ്പാണല്ലോ. തിടുക്കം എന്ത് എന്ന ചോദ്യത്തിനൊരു ഉത്തരവുള്ളത് 4 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യണം. അതായത് 20ഓളം കൗൺസിലർമാർ ബലിദാനികളുടെയും അതോടൊപ്പം തന്നെ രക്തസാക്ഷികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ദൈവങ്ങളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് അത് കോടതി തന്നെ അസാധുവാക്കിയിരുന്നു. ആ പട്ടികയിൽ ഉൾപ്പെട്ട ആളാണ് സുഗതൻ. 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ ഓർഡറിൽ. ആ പ്രകാരമാണ് എത്രയും പെട്ടെന്ന് സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന ആവശ്യം സുഗതൻ മുന്നോട്ട് വെച്ചത്. അതിൽ പ്രകാരം നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ജയിലിൽ നിന്ന് മോചനം നൽകി നാളെ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് സുഗതൻ നൽകിയ ഹർജിയിൽ പറഞ്ഞത്. ആ ഘട്ടത്തിലാണ് കോടതി ചോദിച്ചത് ജയിലിൽ സത്യപ്രതിജ്ഞ നടത്തിക്കൂടെ എന്ന് സർക്കാരിനോട്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ സർക്കാർ നടത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ DGP തന്നെ നേരിട്ട് ഈ നിലപാട് അറിയിക്കും. ജയിലിൽ സത്യപ്രതിജ്ഞ നടത്തുന്ന കാര്യത്തിൽ അനുമതി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അതാവാം എന്ന നിലപാട് അറിയിക്കും. പക്ഷേ ജയിൽ മോചിതനാക്കാനുള്ള ആ നടപടി അത് സർക്കാർ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. കാപ്പ കേസ് പ്രതിയെ ജയിൽ മോചിപ്പിച്ചാൽ അത് തെറ്റായ സന്ദേശം നൽകും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലവിലെ നിലപാട്. VV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് രണ്ടാമത്തെ ഐറ്റമായി ഈ കേസ് പരിഗണിക്കാൻ പോകുന്നത്. സുഗതൻ അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ്. തനിക്ക് നെടുമങ്ങാട് കോടതി ജാമ്യം നൽകിയിട്ടുണ്ട്. ഈ കാപ്പ ചുമത്തിയത് കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ്. ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യില്ലെങ്കിൽ വലിയ രാഷ്ട്രീയ നഷ്ടമുണ്ടാകും തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് സുഗതൻ ഈ അഫിഡവിറ്റിൽ നൽകിയിട്ടുള്ളത്. അതെല്ലാം കോടതി പരിഗണിച്ചാണ് ജയിലിലെ സത്യപ്രതിജ്ഞയുടെ സാധ്യതയുടേത്. അതിലിപ്പോൾ സർക്കാർ ഇന്ന് 10:30 ഔദ്യോഗികമായി മറുപടി അറിയിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.